Hello everyone, welcome to Easy Medicos. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എഡേമ പാർട്ട് 2 ആണ്. അപ്പോൾ എഡേമയുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് എഡേമ, ടൈപ്സും കോസസും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാത്തോഫിസിയോളജിക്കൽ കോസസ് ഓഫ് എഡേമയാണ്. അപ്പോൾ അതിന് മുമ്പ് എന്തായിരുന്നു എഡേമ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുകയാണെങ്കിൽ, എഡേമ എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂസിൽ എക്സസീവ് എമൗണ്ടിൽ ഫ്ലൂയിഡിൻ്റെ അക്യുമുലേഷൻ സംഭവിക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ കാരണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നെങ്കിൽ ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് പ്ലാസ്മ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ, ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ, വാട്ടർ ആൻഡ് സോൾട്ട് റിട്ടൻഷൻ, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ കാരണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പാത്തോഫിസിയോളജിക്കൽ കോസസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിൻ്റെ കേസാണ്. അപ്പോൾ നമുക്കറിയാം, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് പ്രഷർ തന്നെയാണ് കാപ്പിലറീസിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മളിവിടെ ഡയഗ്രാം വരച്ച് വെച്ചിട്ടുണ്ട്. റെഡ് കളറിൽ ആർട്ടീരിയൽ സൈഡും ബ്ലൂ കളറിൽ വീനസ് സൈഡുമാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ ലെഫ്റ്റ് ഹാർട്ടും റൈറ്റ് ഹാർട്ടും ആണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. നമുക്കറിയാം, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mm ആണ്. ഓക്കെ, നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് 120/80 mm. നമ്മുടെ കാപ്പിലറീസിൽ, നമ്മുടെ ഇവിടെ ഒരു ആർട്ടീരിയൽ സൈഡിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് 35 mmHg ആണ്. നമ്മൾ പറഞ്ഞു ബ്ലഡ് പ്രഷറാണ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്ലഡ് പ്രഷറിൽ എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെയും എഫക്റ്റ് ചെയ്യും എന്നൊരു മിസ്കൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ നോക്കുമ്പം ഇപ്പം ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ കൂടുകയാണ്. അങ്ങനെ ബ്ലഡ് പ്രഷർ കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടില്ലേ എന്നൊരു മിസ്കൺസെപ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇതിനെ നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് നമുക്കിവിടെ ഒരു സ്പിഞ്ചർ ഉണ്ട്. നമുക്കറിയാം, ആർട്ടറീസ്, ആർട്ടീരിയോൾസ്, മെറ്റാ ആർട്ടീരിയോൾസ്, പിന്നെ കാപ്പിലറീസ് ഒക്കെ ആയിട്ടാണ് ഡിവിഷൻ നടക്കുന്നത്. ഈ ഒരു ഡിവിഷൻ്റെ ഇടയിൽ നമുക്ക് പ്രീ കാപ്പിലറി സ്പിഞ്ചേഴ്സ് കാണാൻ സാധിക്കും. പ്രീ കാപ്പിലറി സ്പിഞ്ചേഴ്സ്, ഈ ഒരു സ്പിഞ്ചേഴ്സ് ഇവിടെ റെഗുലേറ്ററായിട്ട് ആക്ട് ചെയ്തിട്ട് ബ്ലഡ് പ്രഷറിലുള്ള വേരിയേഷനെ അത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകും. നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്തു. ബ്ലഡ് പ്രഷർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആർട്ടറി കൺസ്ട്രിക്ട് ചെയ്തിട്ട് കുറഞ്ഞ എമൗണ്ടിലുള്ള ബ്ലഡിന് മാത്രമേ കടത്തി വിടുള്ളൂ. അതായത് ആവശ്യത്തിനുള്ള ബ്ലഡിന് മാത്രമേ കടത്തി വിടുള്ളൂ. ഇനി ഇൻ കേസ് ബ്ലഡ് പ്രഷർ കുറയുകയാണെങ്കിൽ ഈ ഒരു ആർട്ടറീസ് ഡയലേറ്റ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ബ്ലഡിനെ കടത്തിവിടും. അപ്പോൾ ഈ ഒരു പ്രീ കാപ്പിലറി സ്പിഞ്ചേഴ്സ് ഒരു വെൽ റെഗുലേറ്റർ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ എന്താണ്, ബ്ലഡ് പ്രഷറിൽ വരുന്ന വേരിയേഷൻ നമ്മുടെ ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ അങ്ങനെ എഫക്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു കേസാണ്. ഹൈപ്പർ ടെൻഷനിലുള്ള ഒരു വ്യക്തിയിൽ പെട്ടെന്ന് തന്നെ എഡേമ കോസ് ചെയ്യാനുള്ള കാരണം വരും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ ഈ ഒരു വീനസ് സൈഡിലേക്ക് വരികയാണെങ്കിൽ, വീനസ് സൈഡിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് നമ്മൾ പറയുന്നത് 15 mmHg ആണ്. ഈ ഒരു വീനസ് സൈഡിൽ പ്രത്യേക തരത്തിലുള്ള സ്പിഞ്ചേഴ്സോ റെഗുലേറ്റേഴ്സോ ഒന്നും തന്നെ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വീനസ് സൈഡിൽ വരുന്ന എന്തെങ്കിലും ഒരു ഡിഫറൻസ്, എന്തെങ്കിലും ഒരു വേരിയേഷൻ നമ്മുടെ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, കാപ്പിലറീസിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെ പെട്ടെന്ന് തന്നെ അത് എഫക്ട് ചെയ്യും. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇംപെയർഡ് വീനസ് റിട്ടേൺ, ഈ ഒരു വീനസ് റിട്ടേണിൽ വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇംപെയർമെൻറ്റ്, അതിനുള്ള ഒരു ഡിസീസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കേസ് നോക്കുന്നത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ. കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൻ്റെ കേസിൽ നോക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിന് വേണ്ട രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായിരുന്നു കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നോർമൽ കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 ലിറ്റർ/മിനിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഹാർട്ടിന് ബ്ലഡ് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വേണ്ട അളവിലുള്ള ബ്ലഡിനെ തിരിച്ച് പമ്പ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ബ്ലഡിൻ്റെ അക്യുമുലേഷൻ നടക്കും. ഓക്കെ, ബ്ലഡിൻ്റെ അക്യുമുലേഷൻ സംഭവിച്ചിട്ട് വീനസ് റിട്ടേണിൽ ഇമ്പയർമെൻറ്റ്, സോ ഒരു ബാക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു ബാക്ക് പ്രഷർ നമ്മുടെ ഇവിടെയുള്ള പ്രഷർ ഇൻക്രീസ് ആവും. ആൻഡ് ഈ ഒരു ബാക്ക് പ്രഷർ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിലുള്ള ഇൻക്രീസിന് കാരണമാകും. ഇവിടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും? കാപ്പിലറീസിൻ്റെ സൈഡിൽ നിന്നും ഇൻഡസ്റ്റീഷ്യത്തിലേക്ക് ഫ്ലൂയിഡ് ഊസ് ഔട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ഇൻഡസ്റ്റീഷ്യത്തിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്ത് അങ്ങനെയാണ് എഡേമ കോസ് ചെയ്യുന്നത്. അടുത്ത കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസ്. കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസിലും സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമ്മൾ നോക്കുമ്പോൾ ഹാർട്ടിൻ്റെ പെരികാർഡിയം, നമ്മുടെ ഹാർട്ടിൻ്റെ സാക്ക് ലൈക്ക് കവറിംഗ് ആണ് പെരികാർഡിയം എന്ന് പറയാം. ഈ ഒരു പെരികാർഡിയം ഫൈബ്രോട്ടിക് ആൻഡ് തിക്കൻഡ് ആവുക. ഫൈബ്രോട്ടിക് ആയതുകൊണ്ട് അത് തിക്കൻഡായി മാറും. തിക്കൻഡ് ആവുന്നത് കൊണ്ട് തന്നെ വേണ്ട രീതിയിൽ ഹാർട്ടിന് എക്സ്പാൻഷൻ നടക്കില്ല. ഈ ഒരു എക്സ്പാൻഷൻ നടക്കാത്തത് കൊണ്ട് വരുന്ന അത്രയും ബ്ലഡിനെ അക്യുമുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവിടേക്ക് ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബ്ലഡിനെ കംപ്ലീറ്റ് ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർട്ടിന് സാധിക്കില്ല. സോ നമ്മുടെ വീനസ് സൈഡിൽ വീണ്ടും എന്താണ്, ബ്ലഡിൻ്റെ അക്യുമുലേഷൻ ആൻഡ് ഒരു ബാക്ക് പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ഈ ഒരു ബാക്ക് പ്രഷർ തിരിച്ച് നമ്മുടെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെയും ഇൻക്രീസ് ചെയ്യും. അപ്പം കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ വേണ്ട രീതിയിൽ പമ്പ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ആൻഡ് കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസിൽ
ഫൈബ്രോട്ടിക് ആവുന്നതുകൊണ്ട് തിക്കൻഡ് ആവുന്നതുകൊണ്ട് എന്താവും നമ്മുടെ ഹാർട്ടിന് വേണ്ട രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ, സോ വരുന്ന വോളിയം ഓഫ് ബ്ലഡിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇനി അടുത്ത് നമ്മൾ നോക്കുന്ന കേസ് എന്ന് പറയുന്നത് ലിവർ സിറോസിസ് ആണ്. ലിവർ സിറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിലുള്ള സാധാരണ പാരൻകൈമൽ സെൽസിനെ ഫൈബ്രോട്ടിക് സെൽസ് റീപ്ലേസ് ചെയ്യാണ്. ഈ ഒരു റീപ്ലേസ്മെന്റ് കാരണം നമുക്ക് സ്കാറിംഗ് ഓഫ് ലിവർ കാണാൻ കഴിയും. ഈ ഒരു സ്കാറിംഗ് കാരണം നമ്മുടെ അബ്ഡോമിനൽ പോർട്ടൽ വെയിൻ ഇത് ബ്ലോക്ക് ചെയ്യും. അബ്ഡോമിനൽ പോർട്ടൽ വെയിൻ ബ്ലോക്കേജ്. ഈ ഒരു ബ്ലോക്കേജ് കാരണം നമുക്ക് ഹൈപ്പർ ടെൻഷൻ സംഭവിക്കും. കാരണം നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകും. ഫ്ലൂയിഡ് യൂസ് ഔട്ട് ചെയ്തിട്ട് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യും. ഈ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അസൈറ്റിസ് എന്ന് പറയുന്നത്. ഇവിടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ അസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഒരു വീനസ് ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ കംപ്രഷൻ കാരണം നമ്മുടെ വീനസ് റിട്ടേൺ ഇമ്പയർമെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് കേസ് നമ്മൾ പറയുന്നത് ത്രോംബോസിസ് ആണ്. നമ്മുടെ ഒരു വീനസ് സൈഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ത്രോംബസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ബ്ലഡിന്റെ ഫ്ലോ കുറയുന്നതായിട്ട് കാണാം. ഏരിയ കുറയുന്നത് കൊണ്ട് കുറഞ്ഞ എമൗണ്ടിലുള്ള ബ്ലഡിനെ ഇതുവഴി പോകാൻ സാധിക്കുള്ളൂ. അത് നമ്മുടെ ഈ ഒരു വീനസ് സൈഡിൽ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യാൻ കാരണമാവുകയും അത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നെക്സ്റ്റ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ പ്രഷർ. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ പ്രഷർ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മളെ കൈയോ എന്തെങ്കിലും ടൈറ്റ് ആയിട്ട് ടൈ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ വീനസ് റിട്ടേണിനെയാണ് ബാധിക്കുക. നെക്സ്റ്റ് ലോവർ എക്സ്ട്രിമിറ്റി ഇനാക്ടിവിറ്റി വിത്ത് പ്രൊലോങ്ഡ് ഡിപ്പെൻഡൻസി. ലോവർ എക്സ്ട്രിമിറ്റി ഫോർ എക്സാമ്പിൾ നമ്മുടെ ലെഗ്സിൽ നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ബോഡി വെയിറ്റ് കൊടുത്ത് നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുകയാണ്. ഇനാക്ടിവിറ്റി കുറേ നേരത്തേക്ക് ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലെങ്കിൽ അത് നമ്മുടെ ഈ ഒരു വീനസ് കംപ്രഷന് വേണ്ടിയിട്ട് കാരണമാവുകയും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും എഡേമയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വീനസ് സൈഡിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മുടെ ഒരു ആർട്ടീരിയൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ആർട്ടീരിയൽ സൈഡിലും എന്തെങ്കിലും തരത്തിലുള്ള ഡയലേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ഈ ഒരു എഡേമയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഒന്നുകിൽ ഹീറ്റ് അല്ലെങ്കിൽ ന്യൂറോ ഹ്യൂമറൽ ഡിസ്ഫങ്ഷൻ ആണ്. ഹീറ്റ് ഒരിക്കലും ബേൺ അല്ല, ഹീറ്റ് അമിതമായിട്ടുള്ള ചൂട് നമ്മുടെ ബോഡിയിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആർട്ടീരിയോളാർ എക്സ്പാൻഷൻ ഡയലേഷന് കാരണമാകും. ആൻഡ് മോർ എമൗണ്ടിൽ ബ്ലഡ് വരികയും അത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിന്റെ ഇൻക്രീസിന് കാരണമാകും. ന്യൂറോ ഹ്യൂമറൽ ഡിസ്ഫങ്ഷൻ മൂലവും നമ്മുടെ ഈ ഒരു ആർട്ടറിക്ക് ഡയലേഷൻ സംഭവിക്കാം. അവിടെ എന്താണ് കൂടുതൽ എമൗണ്ടിൽ ബ്ലഡ് വരികയും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും കൂടുതൽ ബ്ലഡ് യൂസ് ഔട്ട് ചെയ്തിട്ട് എഡേമയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേസാണ് റെഡ്യൂസ്ഡ് പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ. നമുക്കറിയാം പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്മ പ്രോട്ടീൻസ് എക്സെർട്ട് ചെയ്യുന്ന പ്രഷറാണ്. നമ്മൾ കാപ്പിലറീസിൽ ഉണ്ടായിരുന്ന പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അബൌട്ട് 25 mmHg ആയിരുന്നു. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് കേസ് ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസ് കുറയാൻ കാരണമാകുന്നതിൻ്റെ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുന്നത് പ്രോട്ടീൻ ലോസിങ് ഗ്ലോമെറുലോപ്പതിയാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ ഗ്ലോമെറുലസിനാണ് തകരാറ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഈ ഗ്ലോമെറുലസിലൂടെ ബിഗ്ഗർ മോളിക്യൂൾസ് ഒന്നും തന്നെ കടന്നു പോകുന്നില്ല. ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സോഡിയം, പൊട്ടാസ്യം, ഗ്ലൂക്കോസ്, അമിനോ ആസിഡും പോലുള്ള സ്മോളർ മോളിക്യൂൾസേ കാണുന്നുള്ളൂ. ഒരിക്കലും തന്നെ പ്ലാസ്മ പ്രോട്ടീൻസ് പോലുള്ള ബിഗ്ഗർ മോളിക്യൂൾസ് നമുക്ക് കാണുന്നില്ല. പക്ഷേ നമ്മുടെ ഒരു ഗ്ലോമെറുലസിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്മ പ്രോട്ടീൻസ് പോലുള്ള ബിഗ്ഗർ മോളിക്യൂൾസ് നമുക്ക് നമ്മുടെ ഫിൽട്രേറ്റിൽ കാണാൻ സാധിക്കും. ആസ് എ റിസൾട്ട് നമ്മുടെ യൂറിനിലൂടെ എക്സസ് എമൗണ്ടിൽ പ്രോട്ടീൻ ലോസ് ചെയ്യാൻ കാരണമാകും. അതായത് പ്രോട്ടീൻ യൂറിയ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നും പ്ലാസ്മ പ്രോട്ടീൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാസ്മ പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷനിൽ ഒരു കുറവ് സംഭവിക്കും. അത് നമ്മുടെ കാപ്പിലറീസിലുള്ള പ്ലാസ്മ ഓങ്കോട്ടിക് പ്രഷർ കുറയാൻ വേണ്ടിയിട്ട് കാരണമാകും. ആൻഡ് അത് എഡേമ കോസ് ചെയ്യും. നെക്സ്റ്റ് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലിവർ സിറോസിസ്. ലിവർ സിറോസിസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണയുള്ള പാരൻകൈമൽ സെൽസിനെ ഫൈബ്രോട്ടിക് സെൽസ് റീപ്ലേസ് ചെയ്യുകയാണ്. ഈ ലിവറിൽ വെച്ചിട്ടാണ് മോസ്റ്റ് ഓഫ് ദ പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെയും പ്രൊഡക്ഷൻ നടക്കുന്നത്. സോ വേണ്ട രീതിയിലുള്ള പ്ലാസ്മ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിവറിന് സാധിക്കാണ്ടായിട്ട് വരും. സോ അവിടെ എന്താണ് നമ്മുടെ ബോഡിയിലുള്ള പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ അളവിലൊരു കുറവ് സംഭവിക്കുകയാണ്. അതും നമ്മുടെ കാപ്പിലറീസിലുള്ള പ്ലാസ്മ പ്രോട്ടീൻ കുറയാനുള്ള കാരണമാകും. അത് എഡേമയ്ക്ക് കാരണമാകും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ്റെ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ വേണ്ട രീതിയിലുള്ള ന്യൂട്രീഷനും കാര്യങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് അതും ഈ ഒരു പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ പ്രൊഡക്ഷനെയാണ് ബാധിക്കുന്നത്. സോ പ്രൊഡക്ഷൻ വേണ്ട രീതിയിൽ നടക്കാത്തത് കൊണ്ടിട്ട് അവിടെയും പ്ലാസ്മ പ്രോട്ടീൻസിൻ്റെ കോൺസെൻട്രേഷനിൽ നമുക്കൊരു കുറവ് കാണാൻ സാധിക്കും. നെക്സ്റ്റ് നോക്കുന്നത് പ്രോട്ടീൻ ലൂസിങ് ഗ്യാസ്ട്രോ എൻട്രോപ്പതി. ഇവിടെ പ്രോട്ടീൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ നോക്കിയത് ഗ്ലോമെറുലോപ്പതി, യൂറിൻ വഴി നമുക്ക് നഷ്ടപ്പെടുകയാണ് ഗ്ലോമെറുലസിലുള്ള ഡിഫക്റ്റ് കാരണം. ഇവിടെ നമ്മൾ നോക്കുന്നത് ഗ്യാസ്ട്രോ എൻട്രോപ്പതി, അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് വഴിയാണ് നമുക്കിവിടെ പ്രോട്ടീൻ നഷ്ടപ്പെട്ടു പോകുന്നത്. ബാക്കി രണ്ട് കേസിലും പ്രൊഡക്ഷനിൽ വരുന്ന ഡിഫക്റ്റ് കാരണമാണ് പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ, പ്ലാസ്മ പ്രോട്ടീൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ഈ ഒരു കാപ്പിലറീസിൽ കുറയാനായിട്ടുള്ള കാരണമായിട്ട് വരുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ്റെ കേസുകളാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നിയോപ്ലാസ്റ്റിക്.
എന്താണ് നിയോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൽസ് അബ്നോർമൽ ഗ്രോത്ത് ആൻഡ് ഡിവിഷൻ കാണിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കേസിൽ പറയാം. ഇവിടെ നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ അവിടെയുള്ള സൂപ്പർഫിഷ്യൽ ലിംഫ് നോഡ്സിൽ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുകയാണ്. ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ. അപ്പോൾ വേണ്ട രീതിയിൽ ഫിൽട്രേഷൻ നടക്കാത്തത് കൊണ്ട് നമ്മുടെ ആ ഒരു ഓവർലൈങ് ഏരിയയിൽ നമുക്ക് എഡേമ കോസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. നെക്സ്റ്റ് ഒന്നുകിൽ പോസ്റ്റ് സർജിക്കൽ അല്ലെങ്കിൽ പോസ്റ്റ് ഇറേഡിയേഷൻ്റെ കേസുകളിലും നമുക്ക് ലിംഫാറ്റിക് ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ലിംഫ് നോഡ്സിന് തകരാറ് വരുന്നതായിട്ട് കാണാം. അപ്പം എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലിംഫ് നോഡ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരാം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു റേഡിയേഷൻ നമ്മുടെ ലിംഫ്സിനെ തകരാറാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത നോക്കുകയാണെങ്കിൽ ഇൻഫ്ലമേഷൻ്റെ കേസ്. ഇൻഫ്ലമേഷൻ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആയിട്ടുള്ള ഫൈലേറിയാസിസ്. ഈ ഒരു കേസിൽ നമ്മുടെ ലോവർ എക്സ്ട്രിമിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ ജെനൈറ്റൽ ഏരിയാസുമാണ് നമുക്ക് എഡേമ കോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെയും എന്താണ് ലിംഫാറ്റിക്സിൽ ഒബ്സ്ട്രക്ഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ വേണ്ട രീതിയിലുള്ള ലിംഫാറ്റിക് ഡ്രെയിനേജ് നടക്കാത്തതുകൊണ്ട് അത് എഡേമയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തായിരുന്നു ലിംഫെഡേമ എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസുകളൊക്കെയാണ് നമുക്ക് ഇവിടെ മെയിനായിട്ടും കാണാൻ സാധിക്കുക, നമ്മുടെ ലിംഫാറ്റിക് ഡ്രെയിനേജിൽ തകരാറ് സംഭവിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോഡിയം റിട്ടൻഷൻ ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുമ്പോൾ എക്സസ് സാൾട്ട് ഇൻടേക്ക് വിത്ത് റീനൽ ഇൻസഫിഷ്യൻസി. അപ്പം എക്സസ് എമൗണ്ടിൽ സാൾട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ആ സാൾട്ടിനോടൊപ്പം തന്നെ വാട്ടറും നമ്മുടെ ബോഡി റിറ്റെയിൻ ചെയ്യും. അപ്പോൾ ഈ ഒരു എക്സസ് എമൗണ്ടിൽ വരുന്ന വാട്ടർ സ്വാഭാവികമായിട്ടും പിന്നെ നമ്മുടെ ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് ലീക്ക് ഔട്ട് ചെയ്ത് അത് എഡേമയ്ക്ക് കാരണമായി മാറും. അപ്പം ഏതൊരു കാര്യത്തിന് നമ്മുടെ ബോഡിയിൽ ഒരു certain amount ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സോഡിയത്തിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ 135 to 145 millimoles per deciliter ആണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും മാറ്റം വരും, ഇതിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സസ് എമൗണ്ടിൽ സാൾട്ട് റിട്ടൻഷൻ നടക്കും, സാൾട്ടിൻ്റെ ഒപ്പം തന്നെ വാട്ടർ റിട്ടൻഷൻ നടക്കും, ആൻഡ് ഇത് ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് പോയിട്ട് എഡേമയ്ക്ക് കാരണമാകും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻക്രീസ്ഡ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അയോണാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിഡ്നിയുടെ നെഫ്രോണിലുള്ള ട്യൂബുലാർ പാർട്സിൽ വെച്ചിട്ട് ഈ ഒരു സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഈ ഒരു ഇൻക്രീസ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ്റെ ഫസ്റ്റ് കേസ് ആയിട്ട് പറയുന്നത് നമ്മൾ റീനൽ ഹൈപ്പോപെർഫ്യൂഷൻ ആണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നെഫ്രോൺ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ബൗമൻ സ്പേസ്, PCT, ഹെൻലിസ് ലൂപ്പ്, DCT, കളക്ടിംഗ് ഡക്റ്റ്, afferent arteriole, glomerulus, efferent arteriole. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഗ്ലോമറുലസിൽ നിന്നിട്ടും ഫിൽട്രേറ്റ് നമ്മുടെ ബൗമൻ സ്പേസിലേക്ക് വരുന്നുണ്ട്. ഇതിനാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിൽട്രേറ്റിൽ നമുക്ക് സോഡിയം കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ വരുന്ന ഈ ഒരു സോഡിയത്തിന് നമ്മുടെ പലതരത്തിലുള്ള ട്യൂബുലാർ പാർട്സിൽ വെച്ചിട്ടും റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു PCTയിൽ വെച്ചിട്ട് തന്നെ അബൌട്ട് 65% ഓഫ് സോഡിയം റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഹെൻലിസ് ലൂപ്പിൽ അസെൻഡിങ് പാർട്ട് ഓഫ് ഹെൻലിസ് ലൂപ്പിൽ വെച്ചിട്ട് 10 to 15% ഓഫ് സോഡിയവും, DCTയിൽ വെച്ചിട്ട് അബൌട്ട് 8 to 10% ഓഫ് സോഡിയവും, അതേപോലെ തന്നെ കളക്ടിംഗ് ഡെക്കിൽ വെച്ചിട്ട് അബൌട്ട് 5 to 8% ഓഫ് സോഡിയം റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് റീനൽ ഹൈപ്പോ പെർഫ്യൂഷൻ. റീനൽ ഹൈപ്പോ പെർഫ്യൂഷൻ എന്ന് പറയുമ്പോൾ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിൽ കുറവ് സംഭവിക്കുകയാണ്. കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ നമ്മുടെ ഫിൽട്രേറ്റ് നമ്മുടെ ഈ ഒരു ട്യൂബ്യൂൾസിലൂടെ പോകുന്നതിൻ്റെ ആ ഒരു സ്പീഡും കുറയും. അപ്പം മെല്ലെ നമ്മുടെ ഈ ഒരു ട്യൂബ്യൂൾസിലൂടെ പോകുമ്പോൾ തന്നെ അബ്സോർപ്ഷന് കൂടുതൽ ടൈം കിട്ടും. സോ മോർ എമൗണ്ട് ഓഫ് സോഡിയം നമ്മുടെ ഈ ഒരു PCT സെൽസിൽ വെച്ചിട്ട് തന്നെ റീഅബ്സോർബ് ചെയ്ത് പോകും. ഒരു റീനൽ ഹൈപ്പോ പെർഫ്യൂഷൻ കാരണം കൂടുതൽ എമൗണ്ട് സോഡിയം റിട്ടൻഷൻ നടക്കുകയും അത് കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ റിട്ടൻഷനിലേക്ക് ഇടുകയും ആൻഡ് അങ്ങനെ എഡേമ കോസ് ചെയ്യും. ഇനി ഈ ഒരു റീനൽ ഹൈപ്പോ പെർഫ്യൂഷനെ നമുക്ക് അടുത്തത് അതായത് ഇൻക്രീസ്ഡ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റെറോൺ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് പറയാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നമുക്കിവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് സോഡിയം റിട്ടൻഷൻ അത് ബാധിക്കുക എന്നതായിരിക്കും മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം വേറെ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റെറോൺ സിസ്റ്റത്തിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള ഹോർമോൺസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റെനിൻ, ആൻജിയോടെൻസിൻ 2, അതേപോലെ തന്നെ ആൽഡോസ്റ്റെറോൺ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ റെനിൻ എന്നുള്ള ഹോർമോൺ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ബ്ലഡ് പ്രഷറിലോ അതേപോലെ തന്നെ ബ്ലഡ് വോളിയത്തിലോ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ഹോർമോണാണ്. അപ്പം നമ്മുടെ കിഡ്നീസാണ് റെനിൻ സെക്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കിഡ്നീസിലുള്ള നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു അഫറന്റ് ആർട്ടീരിയോളാർ സൈഡിൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് സ്മൂത്ത് മസിൽ സെൽസ് കാണാൻ സാധിക്കും. സ്പെഷ്യലൈസ്ഡ് സ്മൂത്ത് മസിൽസ്, ഇതിനെ നമ്മൾ പോൾക്കിസൻസ് എന്നാണ് പറയാം. ഈ ഒരു പോൾക്കിസൻ സെൽസ് ആണ് നമ്മുടെ ഈ ഒരു റെനിൻ സെക്രീറ്റ് ചെയ്യുന്നത്.
അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു DCTയുടെ സൈഡിൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണാൻ സാധിക്കും. ആൻഡ് അതിനെയാണ് നമ്മൾ മാക്യുല ഡെൻസ എന്ന് പറയുന്നത്. മാക്യുല ഡെൻസ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ റീനൽ ഹൈപ്പർ പെർഫ്യൂഷൻ്റെ കേസിൽ ഏർലിയർ പാർട്ടിൽ നിന്ന് തന്നെ, അതായത് ഏകദേശം നമ്മുടെ ഈ ഒരു PCT തന്നെ മോസ്റ്റ് ഓഫ് ദ സോഡിയം റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ടാവും. സോ നമ്മുടെ ഈ ഒരു DCTയിലേക്ക് എത്തുമ്പോഴത്തേക്കും സോഡിയത്തിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും. ഈ ഒരു മാക്യുല ഡെൻസ സെൽസ് എന്ന് പറയുന്നത് സോഡിയം സെൻസിറ്റീവ് ആയിട്ടുള്ള സെൽസ് ആണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ എമൗണ്ടിലുള്ള സോഡിയത്തിന് അത് സെൻസ് ചെയ്യും. ഇത് സെൻസ് ചെയ്തതിന് ശേഷം ഇതെന്ത് ചെയ്യും, നൈട്രിക് ഓക്സൈഡ് അല്ലെങ്കിൽ പ്രോസ്റ്റഗ്ലാൻഡിൻസ് പോലുള്ള സബ്സ്റ്റൻസുകൾ റിലീസ് ചെയ്തിട്ട് ഈ ഒരു പോൾക്കിസൻ സെൽസിനെ വീണ്ടും അത് സ്റ്റിമുലേറ്റ് ചെയ്യും. എന്തിന്, റെനിൻ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോൾക്കിസൻ സെൽസിനെ അത് ഫെർദർ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം മോർ എമൗണ്ട് ഓഫ് റെനിൻ വീണ്ടും പോൾക്കിസൻ സെൽസ് സെക്രീറ്റ് ചെയ്യും. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പോൾക്കിസൻ സെൽസും മാക്യുല ഡെൻസയും അതേപോലെ തന്നെ ഇവിടെയുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂവിനും കൂടി കൂട്ടിച്ചേർത്താണ് നമ്മൾ പറയുന്നത് എന്താണ്, JGA, ജെക്സ്ട്രാ ഗ്ലോമെറുലാർ അപ്പാരറ്റസ്. നമ്മളിവിടെ എന്താണ് പറഞ്ഞത്, പോൾക്കിസൻ സെൽസ് ആണ് റെനിൻ സെക്രീറ്റ് ചെയ്യുന്നത്. മാക്യുല ഡെൻസ സെൽസും സോഡിയം കോൺസെൻട്രേഷൻ ലെവൽ കുറവാണ് എന്നത് സെൻസ് ചെയ്തിട്ട് ഈ ഒരു പോൾക്കിസൻ സെൽസിനെ ഫെർദർ റെനിൻ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും. ഈ സെക്രീറ്റ് ചെയ്തിട്ടുള്ള റെനിൻ നമ്മുടെ നോർമൽ സർക്കുലേഷനിലേക്ക് എൻട്രി ചെയ്യും. നോർമൽ സർക്കുലേഷൻ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ലിവറാണ് ആൻജിയോടെൻസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉണ്ടാക്കുന്നത്. ഈ ലിവറിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ആൻജിയോടെൻസിനോജനും നമുക്ക് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ സർക്കുലേഷനിൽ കാണാൻ സാധിക്കുന്നുണ്ടോ. ഈ ആൻജിയോടെൻസിനോജൻ്റെ മുകളിൽ റെനിൻ ആക്ട് ചെയ്തിട്ട് അതിനെ ആൻജിയോടെൻസിനോജൻ 1 ആക്കി മാറ്റും. ഈ ഒരു ആൻജിയോടെൻസിനോജൻ 1 നമ്മുടെ ലങ്സിലേക്ക് പോകും. ആൻഡ് നമ്മുടെ പൾമിനറി സിസ്റ്റത്തിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ഇതിനെ ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, ഈ ഒരു റെനിൻ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യും. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തിട്ടുള്ള റെനിൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഓൾറെഡി നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആൻജിയോടെൻസിനോജൻ്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റും. അതിനെ പൾമിനറി സിസ്റ്റത്തിൽ വെച്ചിട്ട് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം ആൻജിയോടെൻസിൻ 2 ആക്കിയിട്ട് മാറ്റും. ഈ ഒരു ആൻജിയോടെൻസിൻ 2 റിസപ്റ്റേഴ്സ് നമുക്ക് നമ്മുടെ അഡ്രീനൽ കോർട്ടക്സിലുള്ള സോണ ഗ്ലോമെറുലോസ സെൽസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സോണ ഗ്ലോമെറുലോസ സെൽസ് ആണ് ഈ ഒരു ആൽഡോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു റെനിൻ എന്ത് ചെയ്യുന്നു, ആൻജിയോടെൻസിൻ 1 ആക്കുന്നു, ആൻജിയോടെൻസിൻ 2 ആക്കുന്നു. ഈ ഒരു ആൻജിയോടെൻസിൻ 2 റിസപ്റ്റേഴ്സ് നമുക്ക് നമ്മുടെ സോണ ഗ്ലോമെറുലോസ സെൽസിൽ കാണുന്നു. അത് ഈ ഒരു ആൽഡോസ്റ്റിറോണിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഈ ഒരു ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് നമ്മുടെ ട്യൂബുലാർ പാർട്സിൽ ആക്ട് ചെയ്തിട്ട് കൂടുതൽ എമൗണ്ട് സോഡിയം ആൻഡ് വാട്ടർ റീഅബ്സോർപ്ഷൻ നടത്തും. അങ്ങനെ കൂടുതൽ എമൗണ്ട് ഓഫ് സോഡിയം ആൻഡ് വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ കേസിൽ നോക്കുമ്പം ഇത് എഡേമ കോസ് ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു എമൗണ്ട് വളരെ കൂടുകയാണെങ്കിൽ അത് എഡേമയ്ക്ക് കാരണമാകുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 ടൈപ്സ് ഓഫ് എഡേമാറ്റസ് ഫ്ലൂയിഡ് ആണ്. ഒന്നെങ്കിൽ ഇൻക്രീസ്ഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ ഡിക്രീസ്ഡ് പ്ലാസ്മ കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ. ഈ 2 റീസൺസ് കൊണ്ടാണ് എഡേമ ഫോം ചെയ്തതെങ്കിൽ പുറത്തേക്ക് വരുന്ന ആ ഒരു ഫ്ലൂയിഡിൽ പ്രോട്ടീൻസിൻ്റെ അളവ് കുറവായിരിക്കും. ഇത്തരത്തിൽ പ്രോട്ടീൻ ലെസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സിനെ നമ്മൾ പറയുന്നത് ട്രാൻസ്യൂഡേറ്റ് എന്നാണ്. ട്രാൻസ്യൂഡേറ്റ്. ആൻഡ് ഈ ഒരു ട്രാൻസ്യൂഡേറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1.012 ആയിരിക്കും. ഇനി ഒന്നെങ്കിൽ നമ്മുടെ വാസ്കുലർ പെർമിയബിലിറ്റി കൂടുക, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി എഡേമയുടെ കേസിലൊക്കെ കൂടുതൽ എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്യൂഡേറ്റ്. പ്രോട്ടീൻ റിച്ച് ഫ്ലൂയിഡ് ആണ് എക്സ്യൂഡേറ്റ്. ആൻഡ് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1.020 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ എന്താണ് ട്രാൻസ്യൂഡേറ്റ് എന്താണ് എക്സ്യൂഡേറ്റ് എന്നും കൂടി ഓർത്ത് വെക്കുക.